ഞാനൊരു സംഭവം കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് എങ്ങോട്ടാണെന്നല്ലേ, ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിലോട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. നമുക്ക് ടെറസൊക്കെ അത്യാവശ്യം കുറച്ച് സ്പേസൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ അത് മാക്സിമം പ്രയോജനപ്പെടുത്താമെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. കയറിയപ്പോൾ തന്നെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, നമ്മളുടെ ഗ്രേപ്സ് ആണ് കേട്ടോ. ഗ്രേപ്സ് ആണ് ഈ നട്ട് വളർത്തിയിരിക്കുന്നത്. മേളിലോട്ട് കയറൊക്കെ കെട്ടിക്കൊടുത്തിരിക്കുകയാണ്. ഇത് ആക്ച്വലി എൻ്റെ അല്ല, എൻ്റെ മമ്മിയും പപ്പായുമാണ് ഇവിടുത്തെ സംരക്ഷകർ. അപ്പം ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ചെറിയ രീതിയിലുള്ള ഒരു കുഞ്ഞ് അടുക്കളത്തോട്ടം എന്നാണ് മമ്മി പറയുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. ഒരു ട്രിപ്പ് നമ്മൾ വെജിറ്റബിൾസൊക്കെ പറിച്ച് എടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം സെക്കൻഡ് ടൈം തുടങ്ങിയ കൃഷിയാണ് കേട്ടോ. വേണ്ട, ഞാൻ വീഡിയോ എടുക്കുവാണേ മമ്മി കാണിച്ചു തരുന്നുണ്ട്. മുളക് 2 എണ്ണം പഴുത്ത മുളകാണ് കേട്ടോ. അത് മമ്മി കാണിച്ചു തരുക. നമുക്ക് കുറച്ച് സ്പേസിൽ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഇതുപോലെ വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കാൻ പറ്റും എന്നുള്ളതാട്ടോ ഇത്. നമുക്ക് ടെറസിലും ചെയ്യാം, അതേപോലെ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ പറമ്പിലും ചെയ്യാം. ഇപ്പോൾ ടെറസിൽ വെറുതെ സ്പേസ് കിടന്ന് പോയില്ല. ഇത് നല്ല ടൊമാറ്റോ ആയി വരുന്നതേ ഉള്ളൂ. കുഞ്ഞു ചീരകളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു 10-15 ഇതുപോലത്തെ വലിയ ചീര നടുവാണെങ്കിൽ അത് മഴയോടുകൂടി വലിയ വിഷമമായിപ്പോയി. ഇന്നലത്തെ മഴയോടുകൂടി മമ്മിയുടെ മഴ പെയ്ത് മുളകിൻ്റെ മണ്ട അങ്ങ് ഒടിഞ്ഞു പോയി. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അതിൽ, അത് ഒടിഞ്ഞു പോയി. ഇപ്പോൾ നമ്മളുടെ ഈ നെറ്റ് നമ്മൾ വെയിൽ കിട്ടാൻ വേണ്ടി ഒന്ന് മാറ്റിയതാണ്. അപ്പോഴാണത് മഴ ഓവറായിട്ട് പെയ്ത് നമ്മളുടെ തൈ ഒടിഞ്ഞു വീണത്. അപ്പോൾ ഇവിടെയൊക്കെ പാലച്ചീര അല്ലേ? ഇത് മമ്മി എവിടുന്ന് മേടിച്ചതാ? ഇത് ഒക്കൽ ഫാമിൽ നിന്ന് മേടിച്ചതാ. നമ്മുടെ അടുത്ത് തന്നെ ഒരു ഫാമുണ്ട്, ഒക്കൽ ഫാം. നമ്മുടെ കേരള സർക്കാരിൻ്റെയാണ്. അതുകൊണ്ട് തന്നെ വലിയ റേറ്റ് ഇല്ലാതെ തൈകളൊക്കെ കിട്ടും. പാലച്ചീര. അപ്പം അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. പിന്നെ ഇവിടെ എന്താ ഈ പടർന്ന് കിടക്കുന്നത്? ഇത് നമ്മുടെ കുക്കുംബറാണ്. സാലഡ് കുക്കുംബറോ? അതെ, സാലഡ് കുക്കുംബറാണ് കേട്ടോ. പൂവിട്ടിട്ടുണ്ട്. ഇനി ഇത് നമ്മളുടെ വെജിറ്റബിൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ കൂടെ കാണിച്ചു തരാവേ. 2 കാവ് വീണിട്ടുണ്ട് മോളെ. ഹായ്, കണ്ടോ? 2 എണ്ണം. അല്ല വേറെ ആളുണ്ട് കുഞ്ഞു ഇവിടെ ഉണ്ടല്ലേ. ഇപ്പൊ നമ്മൾ കുറച്ച് സമയം നമ്മൾക്ക് ലൈഫിൽ ഇതുപോലെ ഒരു വൈകുന്നേരമൊക്കെ കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കുവാണെങ്കിൽ ഇതുപോലെ വിഷമില്ലാത്ത നല്ല കാന്താരിയൊക്കെ നമ്മൾ കുഞ്ഞു മക്കൾക്കാണല്ലോ മെയിനായിട്ടും പോയിസൺ അടിക്കാത്ത വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്ക് കുഞ്ഞു ഒരു ഓംലെറ്റ് ഉണ്ടാക്കുകയാണെങ്കിലും എന്തെങ്കിലും ദോശയ്ക്കൊരു ചട്നി ഉണ്ടാക്കുകയാണെങ്കിലും പെട്ടെന്ന് വന്ന് ഇതുപോലെ വിഷമൊക്കെ അടിക്കാത്ത ഒരു പച്ചമുളക് പറിച്ച് അതിലിടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മൾക്കും ഒരു സന്തോഷമായിരിക്കും. നമ്മളുടെ വീട്ടിൽ തന്നെ നല്ല ഇതൊക്കെ ഇട്ടുണ്ടാക്കുമ്പോൾ നമുക്കും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊരു സന്തോഷമായിരിക്കും. അപ്പോൾ കുഞ്ഞു ചീരകൾ നട്ടിട്ടുണ്ട്. ഇത് അരിയിട്ട് കിളിപ്പിച്ചതാണ് നമ്മൾ. ഇത് വലുതാകുമ്പോൾ ഒരു തോരനുള്ളതും കിട്ടും. ഇത് കണ്ടോ, ഇത് മമ്മി തന്നെ യൂട്യൂബിൽ വീഡിയോസൊക്കെ നോക്കി ഉണ്ടാക്കിയെടുത്തതാട്ടോ ഇങ്ങനത്തെ ചട്ടി. അത്യാവശ്യം നമ്മളുടെ ആ കുക്കുംബർ കുഴിച്ചു വെച്ചിരിക്കുന്നത് ഇതിലാണ്. അതിലിങ്ങനത്തെ ചട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കണം. യൂട്യൂബിൽ വീഡിയോസൊക്കെ ഉണ്ട്. അത് നോക്കി മമ്മി ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പം അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. ഈ ചട്ടികളും അതേപോലെ തന്നെ മമ്മി തന്നെ വീട്ടിൽ വാർത്തെടുത്തതാട്ടോ. നല്ല ഭംഗിയായിട്ടില്ലേ? നമ്മൾ ശരിക്കും എന്താണ്
നമ്മുടെ പെയിൻ്റൊക്കെ അടിച്ചു വെക്കുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാൻ. ഇത് നമ്മളുടെ കന്നാസാണ്. കന്നാസ് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്ത് അതിൽ വെച്ചിരിക്കുക കേട്ടോ. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ കളയുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ യൂസ്ഫുള്ളായിട്ട് നമുക്കിതുപോലെ വീട്ടിൽ ഇങ്ങനെ ഫാമിംഗ് ഒക്കെ നടത്താം. ഉണ്ട്. എന്നിട്ട് അതിന് നമ്മൾ ഇങ്ങനൊരു പൈപ്പ് കൊടുത്തേക്കുകയാണ് വെള്ളമെല്ലാം പോകാൻ. കണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് ഒരു കുഞ്ഞ് വെജിറ്റബിൾ ഗാർഡൻ. മമ്മിയുടെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ്. എപ്പോഴും ഇതിൻ്റെ മണ്ണിങ്ങനെ ഇളക്കി കൊടുക്കുക. ശരിക്കും നമ്മളെപ്പോഴും ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ പറ്റിയൊരു കാര്യമാണ്. നമുക്ക് വേറെ ജോലികളൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളുടെ മൈൻഡ് നല്ല കൂളായിരിക്കും. നമ്മൾക്ക് വേറെ ടെൻഷൻസ് ഒന്നും വരില്ല. നമ്മൾ ഹാപ്പി ആയിട്ട് കൂളായിട്ടിരിക്കാൻ പറ്റുന്ന ഏറ്റവും നമ്മൾ പ്രായമൊക്കെ ആവുന്ന ടൈമിൽ ഇത് നല്ലൊരു സംഭവമാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.